തിരുവനന്തപുരം മരിയനാട് സ്വദേശിയാണ് ജോണി. മാതാവിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വളരാൻ കഴിയാതെ പോയ ഒരു ബാല്യകാലം. ചെറുപ്പകാലം മുതൽ തന്നെ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട് വഴിതെറ്റി അലഞ്ഞ ജോണിയുടെ ജീവിത വഴിത്തിരിവിൻ്റെ സാക്ഷ്യമാണ് സാക്ഷികൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ഞാൻ ഏറെ നാളായി ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ കുട്ടിക്കാലമൊക്കെ ആലോചിച്ചുകൊണ്ടല്ലോ, ആർക്കും വേണ്ടാത്ത ഒരു വിധത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് പലപ്പോഴും ഒരു മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിട്ട് ജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ എൻ്റെ അപ്പൻ ഞാൻ ജനിച്ചിട്ട് 9 മാസമായപ്പോൾ അപ്പൻ മരിച്ചു പോയതാണ്. പിന്നെ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് അമ്മയാണ്. അമ്മ ഒരുപാട് പാടുപെട്ടാണ് വളർത്തിയത്. പക്ഷേ എൻ്റെ അമ്മ ആഗ്രഹിക്കുന്ന അളവിലെത്താത്ത ഒരു ഇളയ മകനാണ്. മുടിയനായ പുത്രനെ പോലെ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയ പോലെ ജീവിച്ച ഒരു വ്യക്തിയാണ്. പല കേസുകളുണ്ടായിരുന്നു സ്റ്റേഷനിൽ. കുഞ്ഞുനാളിൽ ഞാൻ എൻ്റെ പ്രവൃത്തികൾ, മോഷണം, വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആ ജീവിത ശൈലികൾ, പഠിക്കുവാൻ പോകാതെ ഇങ്ങനെ കൂട്ടുകാരായിട്ട് കറങ്ങി നടക്കൽ, അങ്ങനെ എന്നെ ഈ ദുർഘടന പാഠശാലയിലേക്ക് കൊണ്ടാക്കിയിട്ട് അവിടെ നന്നായി വരും എന്ന് പ്രതീക്ഷിച്ച് അവിടെ കൊണ്ടാക്കിയത്. ഒരു 7 വർഷം ഞാൻ അവിടെയായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം എന്നീ 3 സ്ഥലങ്ങളിൽ മാറി മാറി അങ്ങനെ 7 വർഷം കഴിഞ്ഞു. തിരിച്ചവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മകൻ നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇറക്കിയത്. പക്ഷേ അവിടെ നിന്നും അവരുടെ പ്രതീക്ഷകളൊക്കെ മാറ്റിക്കളഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എൻ്റെ ജീവിതത്തിൽ വീണ്ടും വഴിവിട്ടുള്ള ജീവിതമൊക്കെ നയിച്ചിട്ട്, മോഷണമൊക്കെ നടത്തിയിട്ട് ജയിലിൽ, നമ്മുടെ ഈ ആറ്റിങ്ങൽ സബ് ജയിലിൽ അവിടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ജാമ്യത്തിലിറങ്ങി. പിന്നെ ആ കേസ് മാറിപ്പോകുവാനൊക്കെ ഇടയായി. ഇത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മാതാവ് ആഗ്രഹിക്കുന്ന അളവിൽ ഒരു മകൻ എത്താത്തതിൻ്റെ ഭാരം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതം എനിക്ക് തോന്നിയ പോലെ ജീവിച്ചു പോകുന്ന സമയത്താണ് ഒരു ചെറിയൊരു കേസിൻ്റെ ഇടയിൽ വഴക്കായി കൊച്ചപ്പൻ അങ്ങനെ മരിക്കുവാനിടയായി. അത് എൻ്റെ ഭാഗത്തല്ല, പുള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തെറ്റിൽ പുള്ളി മരിക്കുവാനിടയായി. പക്ഷേ ആ മരണത്തെ സംബന്ധിച്ച് എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ഭാഗം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. വഴക്ക് സ്വാഭാവികം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന. പക്ഷേ എൻ്റെ കൊച്ചപ്പനെ കൊന്നത് ഞാനാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൊച്ചപ്പൻ്റെ സഹോദരങ്ങൾ എന്നെ തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വെച്ച് എന്നെ അവിടെ കാറിൽ വന്ന് കിഡ്നാപ്പ് ചെയ്യുകയും എന്നെ ഇവിടുന്ന് അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അടിച്ചെന്നെ ചത്തു എന്ന് വിചാരിച്ചെടുത്ത് കളഞ്ഞതാണ്. അങ്ങനെ അവിടെ നിന്ന് ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് അന്നും ജീവൻ എനിക്ക് ബാക്കി കിട്ടിയത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ പക, വിദ്വേഷം എന്നിവയൊക്കെ കൂടാൻ തുടങ്ങി. ഞാൻ പിന്നീട് എന്നെ അടിക്കുന്നവന് തിരിച്ചടിക്കുവാൻ വേണ്ടി കരാട്ട പഠിക്കുവാനിടയായി. കരാട്ട പഠിച്ചു, നന്നായി അനേകരോട് അടിക്കുവാനും ടൂർണമെൻറ്റ് ഇറങ്ങുവാനും അനേക വേദികളിൽ ചാമ്പ്യനാകുവാനും ഓൾ ഇന്ത്യ ടൂർണമെൻറ്റിൽ ചാമ്പ്യൻ ആയി 4 തവണ. സ്റ്റേറ്റിൽ അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന അളവിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു അഹങ്കാരം ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ മറ്റൊരു രീതിയിലൊരു സമാധാനമോ ഒരു സന്തോഷമോ പകർന്നില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലല്ല എത്തിയത്. എങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അവർ എന്നെ ഭയപ്പെടുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ അവർക്ക് എന്നോട് ഒരു ബഹുമാനമോ ഇല്ലെങ്കിൽ ഒരു ആദരവോ ഉണ്ടാകണം. കാരണം ഉണ്ടാകുന്നത് എങ്ങനെ? ഭയത്തോടു കൂടി. ആരും എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ജീവിച്ച ഒരു കാലഘട്ടം. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു കടബാധ്യത എന്നെ ബാധിച്ചു. അതെൻ്റെ ചേട്ടന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സിനൊക്കെയും ഒരു തകർച്ചയുണ്ടായിട്ട് അവിടെ നല്ലൊരു എമൗണ്ട് കടബാധ്യത വന്നു.
അവിടെ ഒന്നും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സംഭവം ഉണ്ടായി. ചേട്ടൻ ഇവിടെ നിന്ന് നാട് വിട്ടു പോയി, വേറെ ദേശങ്ങളിൽ പാർത്തു. അതുവരെയും ഈ ദേശത്തൊക്കെയും അനേകർ ആ മരിയനാട് ദേശത്ത് നിന്ന് എഴുന്നേറ്റു. ഞങ്ങൾ അവിടെ നിന്ന് പുറത്താക്കുവാൻ ശ്രമിച്ചു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനിടയായത്. ഒരു വീഴ്ചയിലൂടെ ദൈവം എന്നെ തൊടുകയായിരുന്നു. തിരുവചനങ്ങൾ, അതിൻ്റെ ആഴങ്ങളൊക്കെ ചിന്തിക്കുവാൻ ഇടയായി. ദൈവം എന്നോട് സംസാരിച്ചു, വ്യക്തവും ശക്തവുമായി. പിന്നീടാണ് ലോകപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിച്ച ഞാൻ ആ ജീവിതമൊക്കെ വിട്ടുതിരിഞ്ഞ് ഞാൻ കർത്താവിനെ അറിയുവാനിടയായത്. ആ കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടായി. മുമ്പേ കള്ള എന്ന് വിളിച്ചവർ ഇന്ന് സ്നേഹത്തോടെ എൻ്റെ പേര് പറഞ്ഞ് സഹോദര എന്ന് വിളിക്കുവാൻ ഇടയായി. എൻ്റെ അടുക്കൽ ഒരു ദിവസം 2 സഹോദരന്മാർ കടന്നു വന്നു. യേശുവിനെക്കുറിച്ച് നന്നായി സംസാരിച്ചു. ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുവാൻ അന്ന് എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ അവരോട് തർക്കിച്ചു. അങ്ങനെ അവർ എന്നെ വിട്ട് കടന്നുപോയി. പിന്നെ വീണ്ടും ഒരു സഹോദരൻ രാത്രി 2 മണിയോളം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് യേശുവിനെക്കുറിച്ച് നന്നായി സംസാരിച്ചു. നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും എന്നൊക്കെയും പറഞ്ഞു. രാത്രി ഈ സമയം പോയത് ശരിക്കും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഒരു വിഷയത്തിലൂടെ സംസാരിച്ച് യേശുവിനെക്കുറിച്ചുള്ള സംഭാഷണം കയറി വന്നു. അതിലൂടെ ഞങ്ങൾ സംസാരിച്ച് പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. ഏറെ സമയം, രാത്രി 2 മണിയായി. 2-2:30 ആയപ്പോൾ ഞങ്ങൾ പിരിയുവാനിടയായി. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഇവർ ഈ സുവിശേഷം എന്നോട് അറിയിച്ചപ്പോൾ ഈ സുവിശേഷം എന്നെ ദിനംതോറും സ്പർശിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ വർത്തമാനങ്ങൾ, ആ വചനങ്ങൾ ഒക്കെ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വചനമാണ് 1-2 കൽപ്പന. അത് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ വചനങ്ങളെ ധ്യാനിക്കുകയും ദൈവം എന്നോട് കൂടുതൽ അടുക്കുകയും ദൈവവചനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവവുമായിട്ടുള്ള അടുപ്പം ഇത്തിരി ഏറെ സമയങ്ങൾ ചെലവഴിക്കുവാൻ ഇടയായി. ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കുവാൻ പറ്റാത്ത മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്നെക്കുറിച്ച് തന്നെ ഞാനൊരു പിക്ചറായി കാണുവാനിടയായി. ഞാൻ കരാട്ട പഠിച്ചെന്ന് പറഞ്ഞല്ലോ. കരാട്ട ഡ്രസ്സ് ഇട്ടിട്ട് ബൈബിള് കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് എനിക്കതൊന്നും മനസ്സിലായില്ല. എനിക്കത് കണ്ടപ്പോൾ ആ രൂപം എൻ്റെ ഹൃദയത്തിലോട്ട് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച സമയത്ത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ഒരു ഇതായിപ്പോയി. എന്തുകൊണ്ട് കരാട്ട ഡ്രസ്സൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ കെട്ടി നിൽക്കുകയും കയ്യിൽ ബൈബിള് പിടിച്ചിരിക്കുകയും ചെയ്യുന്നത്? ഈ ബൈബിള് കരാട്ടക്കാരനായ എന്നെ ബൈബിൾ എടുപ്പിക്കും എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് നൽകിയെന്ന് ഞാൻ പിന്നെ അറിഞ്ഞില്ല. എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മാറിയായിരുന്നു. എങ്കിലും കാലം കഴിഞ്ഞു പോയപ്പോൾ ദൈവം എന്നെ തൊട്ടു, എന്നോട് സംസാരിച്ചു. ആ ജീവിത ശൈലികളൊക്കെ വിട്ട് ബൈബിളുമായുള്ള ബന്ധം ദൈവം കൂടുതൽ പുലർത്തി. ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നോട് ഇടപെട്ട ഒരുപാട് നാളുകളുണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം, അതായത് ഈ കഴിഞ്ഞ ബുധനാഴ്ച, എൻ്റെ ദൈവം എന്നോട് ഇടപെട്ടു. നാളെ നിനക്ക് പണമുണ്ടാക്കുന്ന ഒരു മാർഗം നിന്നെ തേടി വരും, പക്ഷെ നീ ദൈവത്തെ മറക്കും എന്ന്. നേരം വെളുത്തിട്ട്, ഇത് രാത്രി ഈ ശബ്ദം കേട്ടു. നേരം വെളുത്തിട്ട് ഞാൻ എണീറ്റു.
ഒരു ഒന്നും അതായത് പണമുണ്ടാക്കുന്ന ഒരു മാർഗവും കണ്ടില്ല ഞാൻ പിന്നെയും ഫ്രഷായി ഭക്ഷണം കഴിച്ചു, വീണ്ടും ഇരുന്നു. ഉച്ചയായിട്ടും ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ കുറച്ച് നേരം കിടന്നു. എന്നിട്ടും ആരും വന്നതേയില്ല. എനിക്ക് തോന്നിയെന്ന് ഞാൻ വിചാരിച്ചു. മനുഷ്യരായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ചിന്തകളും പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ അതിലൊന്നാണെന്ന് വിചാരിച്ച് വീണ്ടും കിടന്നു. അപ്പോഴാണ് ഒരു സന്ധ്യയായി. എണീറ്റ് ഫ്രഷ് ആവാനായിട്ട് വേണ്ടി ഒരു മനസ്സിലൊരു തോന്നൽ. ഞാൻ എണീറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷായി. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. എൻ്റെ അനുജനാണ് വിളിച്ചത്. അനുജൻ വിളിച്ചിട്ട് പറഞ്ഞു, പുറത്തേക്കൊരു വിസയുണ്ട്, അത് യോർദാനിലേക്ക് പോകാൻ ഒരു വിസയുണ്ട്, ചേട്ടൻ ഒരു 5 പൈസ എനിക്ക് തരണ്ട, ചേട്ടൻ പാസ്പോർട്ട് തന്നേച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളാം. ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, ചേട്ടൻ പോയി രക്ഷപ്പെടും എന്ന് പറഞ്ഞു. മാനുഷിക തലത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരാൾ രക്ഷപ്പെടുവാനായിട്ട് വേണ്ടി ഒരു മാർഗം കൊണ്ടുവരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ, ഒരു ജോലിയൊക്കെ കിട്ടുകയും ഒരു വിദേശത്ത് പോക്കും, അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ നാളിൽ ദൈവം എന്നോട് സംസാരിച്ചത്, നീ പണം സമ്പാദിക്കും, പക്ഷെ നീ ദൈവത്തെ മറന്നു പോകും എന്നുള്ള ആ ശബ്ദം എന്നെ വല്ലാതെ ഇതാണ്. അപ്പോൾ എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കതിനോട് താല്പര്യമില്ല, എന്നെ ഒഴിവാക്കണം, വേറെ ആരെങ്കിലും വിട്ടേക്കണം. എൻ്റെ ചേട്ടനുണ്ട്, ചേട്ടനെ കൂടെ ഞങ്ങളെ 2 പേരെയാണ് അവനെ ഉദ്ദേശിച്ചത്. എൻ്റെ അനുജൻ ഇസ്രയേലിൽ പോയി നന്നായി കാശൊക്കെ സമ്പാദിച്ച് ഇന്ന് ഒരു നല്ലൊരു ജോലിയിൽ ഇപ്പോഴും ആയിരിക്കുന്നു. ഇപ്പോൾ നാട്ടിലാണ്, അവൻ സുഖകരമായിട്ട് അവൻ്റെ ജീവിതം നയിക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യന് പണം കൊണ്ടാണ് ജീവിക്കുക, പണമാണ് ദൈവം എന്നുള്ള ഒരു ചിന്താഗതി എന്നെ ഭരിച്ചു. കാരണം ദൈവത്തെ മറന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാശ് നിലനിൽക്കത്തില്ല. ദൈവത്തിന് ഒരു മനുഷ്യനെ ഉയർത്തണമെങ്കിൽ കുപ്പയിൽ നിന്നും ദൈവം ഉയർത്തും. ഞാൻ വഴിതെറ്റിപ്പോകുമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു. ഞാൻ വഴിതെറ്റി കിടന്ന ഇടത്ത് നിന്ന് എന്നെ നന്നായി അടി തന്ന് പഠിപ്പിച്ചു എന്നെ ഇവിടെ കൊണ്ടുവന്നു. വീണ്ടും ഈ കൊണ്ടുവന്ന് നടക്കുന്ന ഈ നടപ്പ് വീണ്ടും ക്രമക്കെട്ട് പോയാൽ ഈ ജീവിതത്തിന് ഒരു നാണക്കേട്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു സൗഭാഗ്യ ജീവിതമാണ്. കഷ്ടവും നഷ്ടവും എല്ലാം ഉണ്ടാകും, പക്ഷേ അന്ത്യത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു. അനുജൻ എങ്ങനെ ചിന്തിച്ചു എന്ന് എനിക്കറിയില്ല. കാരണം അവൻ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. മാനുഷിക തലത്തിൽ ഒന്ന് ചിന്തിച്ചാൽ സുഖകരമായ ഒരു ജീവിതം കിട്ടുമായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം പറഞ്ഞ വാക്കിനപ്പുറത്ത് എനിക്ക് പോവാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ അവിടെ പോയി അനേക പണങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ ദൈവത്തെ മറന്ന് ജീവിച്ചാൽ ആ ജീവിതത്തിന് എന്തർത്ഥമുണ്ട്? ദൈവം സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാതെ ജീവിച്ചാൽ എന്താണ് അതിനൊരു മേന്മ? പക്ഷേ ആ പരിശുദ്ധനായ ദൈവം എന്നെ ഉയർത്തുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചേറ്റിൽ കിടന്ന എന്നെ ഇന്ന് ഒരു മനുഷ്യനാക്കി, ഒരു മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയത് എൻ്റെ കർത്താവാണ്. ആ സ്നേഹമുള്ള നല്ല നാഥൻ എന്നോട് കരുണ കാണിച്ചപ്പോൾ ആ കരുണയെ വിട്ടുമാറുവാൻ എനിക്കിപ്പോഴും, ഇല്ലെങ്കിൽ ഈ ലോകപരമായിട്ടുള്ള ഒരു ചിന്തയിലോ ഒരു ലോകപരമായിട്ടുള്ള ഒരു ജീവിതത്തിലോട്ട് പോവാൻ എനിക്ക് ഒട്ടും താല്പര്യം തോന്നുന്നില്ല. ദൈവം പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പല വ്യക്തികൾക്കും ആലോചന പറയുവാൻ ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹവും ദൈവത്തിൻ്റെ ആ സാമീപ്യവും ഒരു വല്ലാത്ത എനിക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമായിട്ടുള്ള ആ അടുപ്പം, ആ ബന്ധം നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്നേഹത്തിൽ നിലനിന്ന് ആ ദൈവത്തോടു കൂടി ദൈവം എന്ത് പറയുന്നു അത് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യം
എനിക്ക് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഒരു വലിയൊരു അത്ഭുതം, എൻ്റെ കുടുംബജീവിതമായപ്പോൾ ഫസ്റ്റ് ഒരു അത്ഭുതം നടന്നതുണ്ട്. എൻ്റെ ഭാര്യ പ്രസവിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ്. പക്ഷേ എൻ്റെ ഭാര്യ പ്രസവിക്കുകയും 1 അല്ല 3 കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഡോക്ടർമാർ വിധി എഴുതി തള്ളിക്കളഞ്ഞ സ്ഥാനത്താണ് ദൈവം എനിക്ക് സന്താനങ്ങളെ തന്ന് എന്നെ അനുഗ്രഹിച്ചത്. ആ സർവശക്തനായ ദൈവത്തെ ഇന്നും നാളെയും ഞാൻ വാഴ്ത്തും. അന്ത്യത്തോളം, ജീവനിരിക്കുന്ന നാളോളം ഞാൻ വാഴ്ത്തും. ചെയ്തുപോയ തെറ്റുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച ജോണിക്ക് ഇന്ന് ക്ഷമിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഈ നാവുകൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന നാവുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്ത വലിയൊരു മാറ്റമെന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യമൊക്കെ നല്ല മുൻദേഷ്യമായിരുന്നു. ഒരു കാര്യം ഒരു വട്ടം പറയും, 2ാമത്തെ വട്ടം അടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല. പറയുന്നതൊക്കെ ക്ഷമിക്കുവാനുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരോടും കയർത്ത് സംസാരിക്കേണ്ട ഒരു പ്രവണത ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ട്. ഇന്ന് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അന്ന് ഞാൻ മരിച്ചാൽ ദൈവത്തിൻ്റെ അടുക്കൽ എത്തത്തില്ല. കാരണം അന്ന് ഞാൻ പാപങ്ങളെ തിരിച്ചറിയാതെ വണ്ണം എൻ്റെ ഹൃദയം കാഠിന്യമായിരുന്നു. ഇന്നോ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ബോധം ദൈവം തന്നു. കടഭാരമായിരുന്ന സമയത്ത് ജീവൻ ഒടുക്കുവാൻ വേണ്ടി ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെയും ദൈവം വിടുവിച്ചു. ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുതൽ എൻ്റെ മേലുണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുന്നത്. ഇന്നിപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വലിയ അനർത്ഥങ്ങൾ വരുന്ന സമയത്തൊക്കെയും ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളിൽ തന്നെ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ഭാഗത്തിലൂടെ പോകുമ്പോൾ ഒരാൾ എതിർവശത്തിൽ നിന്ന് തിരിച്ചെന്നാണ് ഹോൺ അടിച്ചിട്ട് പുള്ളി ശ്രദ്ധിക്കാതെ കൊണ്ട് കയറ്റിയതാണ്. പക്ഷേ അവിടെ വലിയൊരു ഇടിയാണ് നടന്നത്. ആ വണ്ടി ഞാൻ പോയി ആ വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു. ആ വണ്ടി ഒരഞ്ഞങ്ങ് പോവായിരുന്നു. ആ വണ്ടി തെറിച്ചൊക്കെ അങ്ങോട്ട് പോയി. പക്ഷേ എനിക്ക് വലിയൊരു അപകടം ഉണ്ടാകേണ്ട സ്ഥാനത്ത് നിന്ന് ദൈവം എന്നെ സൂക്ഷിച്ചു. ഒരു കുഴപ്പവുമില്ലാതെ ദൈവം കാത്തു സൂക്ഷിച്ചു. അതുപോലെ തന്നെ അതിന് കുറച്ച് നാൾ മുമ്പേ ഒരു ബൈപ്പാസ് വഴി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരിട റോഡിൽ ഇറങ്ങാൻ വേണ്ടി ബൈക്ക് ബ്രേക്ക് ചെയ്തു. അവിടെ ചവിട്ടി ഒന്ന് ബാക്കിലോട്ട് എടുത്തതേ ഓർമ്മയുള്ളൂ. കാരണം അപ്പുറത്ത് പുല്ല് വളർന്നു നിന്നതുകൊണ്ട് എനിക്ക് അവിടുത്തെ ആ കുഴിയുടെ ആഴം എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ആ കുഴിയിൽ ഏകദേശം ഒരു 10 അടി താഴ്ച ഉണ്ടാകും. ആ കുഴിയിൽ നിന്ന് നേരെ ഓടയിലേക്കാണ് വീണത്. ഭയങ്കര ഒരു താഴ്ചയിലേക്കാണ് വീണത്. പക്ഷെ അന്നും എൻ്റെ ദൈവം ഭയങ്കരമായി സൂക്ഷിച്ചു. എൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും പറ്റാത്ത, വണ്ടിക്ക് ഒരു പോറൽ പോലും പറ്റാത്ത രീതിയിൽ ദൈവം സൂക്ഷിച്ചു. കാരണം ഇതൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ, എന്നോട് കാണിച്ച ദൈവത്തിൻ്റെ വലിയ കരുണ, എന്നെ ഈ ലോകം വിട്ട് മാറ്റപ്പെടുമായിരുന്നു എന്നത്. പക്ഷേ അവിടെയൊക്കെയും ദൈവം എന്നെ ഭയങ്കര കരുതലോടെ സൂക്ഷിച്ചു. ഇന്ന് ജീവനോടെ ഇരിപ്പാൻ ദൈവം ഇടയാക്കി. കാര്യം സത്യം എന്തെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം എന്നോട് കരുണ കാണിച്ചു. ഈ സത്യം അറിഞ്ഞപ്പോൾ ഇന്നെനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഒരു പ്രശ്നവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ വണ്ണം എന്നെ തന്നെ സൂക്ഷിച്ച് നടക്കുവാൻ ദൈവം കൃപ നൽകുന്നു. ഇപ്പോൾ ഒരാണായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏത് വിധേനയും ജീവിക്കാം. നമ്മുടെ ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ ഈ ലോകത്തിലുള്ള നിയമങ്ങളെല്ലാം നമ്മുടെ ദൈവവചനവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അതൊന്നും ദൈവവചനവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യമല്ല. ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യുവാനാണ് മനുഷ്യൻ ദൈവം നിർമ്മിച്ചത്. അതുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചപ്പോൾ ഇന്നെനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഏത് പ്രശ്നങ്ങളുടെ മുമ്പിലും അതിനെ തരണം ചെയ്യുവാനുള്ള ഒരു കൃപയുണ്ട്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഭയങ്കര അടിപിടി ആളായിരുന്നാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ
ജീവൻ ഒടുക്കുക അല്ലെങ്കിൽ ജീവിക്കേണ്ട എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകും. പക്ഷേ തിരുവചനത്തിൽ പറഞ്ഞു തൻ്റെ ജീവനെ കളയുവാൻ മനുഷ്യന് അധികാരമില്ല എന്ന് വചനത്തിലൂടെ വായിക്കുവാനിടയായി. ആ കാരുണ്യവാനായ ദൈവം ഇന്നും എന്നെ ചേർത്തണച്ച് എന്നെ കാത്തു സൂക്ഷിക്കുന്നു. എൻ്റെ ഭാര്യ, എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത മകൻ്റെ പേര് ഗ്ലാഡ്വിൻ, രണ്ടാമത്തെ മകളുടെ പേര് അക്സ, മൂന്നാമത്തെ മകൻ്റെ പേര് ഗ്ലാഡ്സൺ, എൻ്റെ ഭാര്യയുടെ പേര് റെജില. അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് നാഥനായിരിക്കുന്നത് ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ ആ കരുണയോടെ ഞങ്ങൾ ഇന്നും ജീവനോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഇന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടുമേലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം അടുത്ത നിമിഷം അതിന് പരിഹാരം നടത്തിത്തരും. ആ ജീവനുള്ള ദൈവത്തെ അറിയുവാനും ആ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനും അടിയന് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്നിപ്പോൾ എൻ്റെ ദേശത്തായിരുന്നാലും ഞാൻ കടന്നു പോകുമ്പോൾ പലരും പറയാറുണ്ട്, ജോണി നീ എങ്ങനെയാ മാറിയെന്ന്, നീ ഇത്രത്തോളം ഇങ്ങനെ മാറുവാൻ ഇടയായത് എന്തെന്ന് ചോദിക്കാറുണ്ട് അനേകർ. നീ പണ്ട് അങ്ങനെ അല്ലായിരുന്നുവല്ലോ. പക്ഷേ ഇന്ന് ആ മാറ്റിയ ആ സ്നേഹം, ആ മാറ്റിയ എൻ്റെ കർത്താവ്, ആ കർത്താവിനെക്കുറിച്ച് ഇന്നും ഞാൻ സാക്ഷീകരിക്കും. ഏത് ദേശത്തായിരുന്നാലും എവിടെയായിരുന്നാലും ഒരു വാക്ക് കിട്ടിയ സന്തോഷത്തോടെ ഞാൻ വിളിച്ചു പറയും, കർത്താവാണ് എന്നെ സന്തോഷത്തോടും സമാധാനത്തോടും വഴി നടത്തുന്നത്. കാരുണ്യവാനായ ദൈവം ഇന്നും എന്നെ സന്തോഷത്തോടെ വഴി നടത്തുന്നു. എൻ്റെ ജീവിതത്തിലെ ഇത്രത്തോളം ദൈവം കാണിച്ച വലിയ കരുണ, ആർക്കും വേണ്ടാതെ ജീവിച്ച എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിച്ച എൻ്റെ ദൈവം, ഇന്ന് ആരെങ്കിലുമൊക്കെ എൻ്റെ അടുക്കൽ വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പണ്ട് ഞാൻ അടുത്ത് പോകുമ്പോൾ ആരും എന്നെ അടുപ്പിക്കാറില്ല. കാരണം ഒരു മോഷ്ടാവായിരുന്നു. അത് മറ്റുള്ളവരുടെ അല്ല, എൻ്റെ ഭവനത്തിൽ എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ കാണിച്ച ഒരു എൻ്റെ അറിവില്ലായ്മ. അവർക്ക് ആർക്കും എന്നെ അടുപ്പിക്കില്ല, എന്നെ ഈ ഒരു രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആരുടെ അടുത്ത് പോയാലും അവർ പറയും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയാറുണ്ട്. ആ ഒരു രീതിയിലേക്ക് ദൈവം മാറ്റി. ദൈവം കാണിച്ച ആ വലിയ കരുണയ്ക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ഈ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ സ്പർശിക്കുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുന്നു, ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. സ്വർഗലോകം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ്, പാപങ്ങൾക്കൊക്കെയും പരിഹാരമായ നമ്മുടെ കർത്താവ്, ഞാൻ എന്ന ഭാവത്തോടുകൂടി ജീവിച്ച എന്നെ വീണ്ടും ഒരു മനുഷ്യനാക്കി, മനുഷ്യ സ്നേഹിയാക്കി, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയ എൻ്റെ കർത്താവ്. ആ കർത്താവിനെ മരണം വരെ സേവിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ദൈവം ഇത്രത്തോളം എന്നെ നടത്തി, ഇത്രത്തോളം എന്നെ വഴി നടത്തി. ഇന്നും ഒരു പ്രയാസവും ബുദ്ധിമുട്ടോ കൂടാതെ എന്നെ ജീവിപ്പാൻ ഇടയാക്കി. കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന ആ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരും എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് ആ ജീവൻ്റെ പുസ്തകത്തിലെ ആ പേര് മാഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമ. എൻ്റെ ദൈവം കാണിച്ച ആ മാർഗത്തിലൂടെ, ആ സ്നേഹ സന്ദേശത്തിലൂടെ മുന്നേറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ദൈവം ഇത്രത്തോളം നടത്തിയതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ എഴുതുള്ളൂ. ആമേൻ. ജോണിയുടെ ജീവിത രൂപാന്തര കഥ
ഇന്ന് ദേശവാസികൾക്ക് അത്ഭുതമാണ്. കാരുണ്യവാനായ ദൈവം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പകർന്ന ആത്മവെളിച്ചം ഇന്ന് സഭയിലും സമൂഹത്തിലും പടരുകയാണ്, സ്നേഹത്തിൻ്റെ സന്ദേശമായി.